മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 28ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ക്ഷമ. ക്ഷമ ദൈവത്തിൻ്റെ ദാനമാണ്. ശത്രുവിനോട് പോലും ക്ഷമിക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ക്ഷമ എന്ന വാക്കിനർത്ഥം അവൻ ശരിയെന്നല്ല, നിങ്ങൾ തെറ്റാണെന്നുമല്ല, മറിച്ച് ബന്ധങ്ങൾ നിലനിർത്താൻ അവരെക്കാൾ കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ്. ക്ഷമ എന്നതിനെക്കുറിച്ച് നമുക്ക് 3ആയി ചിന്തിക്കാം. 1. ക്ഷമിക്കാനായി പ്രാർത്ഥിക്കാം. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തവർക്ക് ദൈവിക ക്ഷമയ്ക്കായി പ്രാർത്ഥിക്കാൻ അവകാശമില്ല. യേശു താൻ ക്രൂശിൽ കിടന്നപ്പോഴും തന്നെ പീഡിപ്പിച്ചവരോട് ക്ഷമിക്കുന്നതായ അനുഭവം നമുക്ക് വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ നാമും അങ്ങനെ ആയിരിക്കണം. നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. 2. ക്ഷമിക്കാതിരിക്കുമ്പോൾ ബലഹീനരാകുന്നു. ക്ഷമിക്കുമ്പോൾ നാം ചെറുതായി പോകുന്നു എന്ന തെറ്റായ ധാരണ ക്ഷമിക്കാതിരിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നു. ദൈവത്തോട് അടുത്ത വ്യക്തികൾക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവന് ദൈവിക ക്ഷമ ഉണ്ടാകുകയില്ല. ക്ഷമയില്ലാത്ത ജീവിതത്തിൽ ദോഷമുണ്ടാകുകയും അത് മനുഷ്യനെ ബലഹീനരാക്കി രോഗിയാക്കുകയും ചെയ്യുന്നു. 3. ക്ഷമിക്കുന്ന വ്യക്തി അത്ഭുതം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ക്ഷമയുടെ വലിപ്പം കണ്ട് അത് ദൈവാനുഗ്രഹത്തിന് കാരണമാകുന്നു. തൻ്റെ സഹോദരനായ ഏശാവിൽ നിന്ന് അനുഗ്രഹം തട്ടിയെടുത്ത് യാക്കോബ് 7 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ചുംബിച്ച് തൻ്റെ സഹോദരൻ്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് കരയുന്നതായ സംഭവം ഏറെ സുപരിചിതമാണ്. ക്ഷമിക്കുമ്പോൾ നമ്മുടെ മുഖം ദൈവത്തിൻ്റെ മുഖമാകുകയും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കുകയും അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകുകയും ചെയ്യുന്നു. അങ്ങനെ ഈ നോമ്പുകാലത്ത് നമുക്കും യേശുവിനെ പോലെ പരസ്പരം ക്ഷമിച്ച് ജീവിക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.